കഴിഞ്ഞ 5 വർഷമായിട്ടുള്ള ദുബായിലെ ജോലി വർക്ക് ഫ്രം ഹോം എടുത്ത് ഇന്തോനേഷ്യയിലെ ഈ സുന്ദരമായ ഗ്രാമത്തിലൊന്ന് ജീവിക്കുന്നതിന് ഒരു ഉദ്ദേശമുണ്ട്. അത് വഴിയെ പറയാം. ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളമല്ലേ ഇത്. കഴിഞ്ഞ 1 വർഷമായിട്ട് ഞാൻ ജീവിക്കുന്ന എന്റെ ഇന്തോനേഷ്യയിലെ ഗ്രാമമാണ് കേട്ടോ. എന്റെ ഫ്രണ്ട്സ് എന്നോട് ചോദിക്കാറുണ്ട്, ഫാറൂഖ് നീ 10-25 വർഷം ജീവിച്ച കേരളവും മണ്ണും നാട്ടുകാരെയും വീട്ടുകാരെയൊക്കെ വിട്ടിട്ട് നീ ഇന്തോനേഷ്യയിൽ പോയി ജീവിക്കുന്നതിന്റെ കാരണം എന്താണ്? നിനക്കതൊന്ന് മിസ് ചെയ്യില്ലേന്ന്. മിസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കള്ളത്തരായി പോകും. പക്ഷെ എന്റെ കളഞ്ഞുപോയ കുട്ടിക്കാലം തിരിച്ചു പിടിക്കാനുള്ള ഓട്ടത്തിലാണ് കേട്ടോ. ഈ രാജ്യത്തെ എന്റെ വീട്ടിൽ നിന്ന് ഏകദേശം 100-400 കിലോമീറ്റർ അകലെയാണ് കേട്ടോ ഈ ഒരു സുന്ദരമായ ഗ്രാമം ഉള്ളത്. ഇവിടെ അപ്രതീക്ഷിതമായിട്ട് നമ്മൾ എത്തിപ്പെട്ടപ്പോഴേക്കും നമ്മളെ 2 കൈ നീട്ടി സ്വീകരിക്കാൻ ഈ ഗ്രാമത്തിന്റെ കാരണവർ ഇവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. ആയിരിക്കുന്ന ഇപ്പാണ് കേട്ടോ ഇവിടുത്തെ കാരണവര്. പുള്ളിക്കാരൻ നമുക്ക് ഒരുപാട് ഭക്ഷണവും സ്നേഹവും സന്തോഷവും ഒക്കെ തന്നു. ഇവിടെ നിൽക്കുന്ന ഓരോ ദിവസവും ആ കഴിഞ്ഞുപോയ കുട്ടിക്കാലം തിരിച്ചു കിട്ടുകയാണ് കേട്ടോ. ഈ ഒരു തൊടിയിൽ ഇല്ലാത്തതായിട്ടൊന്നുമില്ല. ചക്കയും മാങ്ങയും തേങ്ങയും കവുങ്ങും പാടവും നെല്ലും എല്ലാം ഉള്ള ഒരു അടിപൊളി സുന്ദരമായ ഗ്രാമമാണ്. ഒരു കാലത്ത് വലിയ റിച്ച് വീടായിരുന്നു കേട്ടോ ഇത്. ഇപ്പോഴാണ് ഇതൊരു കുഞ്ഞു വീടായത്. എന്നാൽ ഇപ്പോഴും ഒരു മാറ്റവും ഇല്ലാതെ ആ പഴമെല്ലാം ആ വീട്ടിൽ നിലനിൽക്കുന്നുണ്ട്. ആ കുളമൊക്കെ കാണുമ്പോഴത്തേക്ക് മനസ്സിനൊരു കുളിർമയാണ് കേട്ടോ. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു കേട്ടോ, ഈ പ്രായത്തിലും ഇത്രയും സൗന്ദര്യം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ, ഇത്രയും ഹാൻഡ്സം ആണെങ്കിൽ പണ്ട് എന്ത് ഗ്ലാമർ ആയിരുന്നിട്ടുണ്ടാവും ഈ ഉപ്പല്ലേ. എപ്പോ വേണമെങ്കിലും മഴ പെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽക്കാണ് കേട്ടോ. അതിന്റേതായ കാറ്റും തണുപ്പും ഒക്കെ ദൂരന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ എല്ലാ ഇന്തോനേഷ്യൻ കൂട്ടുകാരനായ ആര്യ, ഈ കാഴ്ചകളൊക്കെ നമ്മളെ കൊണ്ടുവന്ന് കാണിക്കുന്ന ആര്യ നമുക്ക് കപ്പൊക്കെ പറിച്ചു തന്നത് കേട്ടോ. ഞാൻ റഫി ഒരു ഫോട്ടോ എടുത്തു, കപ്പയും പിടിച്ചവിടെ നിൽക്കുന്നത്. ക്ഷമിക്കണം, റഫയെ പരിചയപ്പെടുത്തില്ലല്ലോ. നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതെന്റെ വൈഫാണ്. ഞാനിപ്പോ ഇന്തോനേഷ്യയിൽ നിൽക്കാനുള്ള കാരണം റഫയാണ്. ഇന്തോനേഷ്യയിലെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ ഈ ഇന്തോനേഷ്യൻ മരുമകനെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.